ഗൈസ് കാണുന്നുണ്ട് നമ്മുടെ പടുവളങ്ങ തോട്ടത്തിൽ. തോട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറുതാണെങ്കിലും ഈ പുഴുവിൻ്റെ കണ്ട ചെറുതാണ്, പക്ഷേ ഇപ്പം വലുതാവും. ഇവനാണ് ഇതിൻ്റെ ഫുള്ള്. വേറെ ഒരെണ്ണം കൂടി കാണിച്ചാൽ ഇതിന് എന്ത് മരുന്ന് അടിക്കേണ്ടതെന്ന് അറിയില്ല. നല്ല ഓർഗാനിക്കായിട്ട് വളർത്താമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇതിൽ പല സ്ഥലങ്ങളിലുണ്ടല്ലോ ഈ പുഴു വന്ന് നമ്മുടെ ഇതിനെയൊക്കെ നശിപ്പിക്കുക. ഇതുണ്ട ഒരു പടുവളങ്ങ ഉണ്ടായിരിക്കണുണ്ട, ചുളുങ്ങി നാണം കൊണ്ട് കിടക്കുക ഈ പടുവളങ്ങ. ഈ പടുവളങ്ങ വലുതായതാണെങ്കിലും എന്തൊരു നീളം വന്നില്ല. ഇത് നോക്കി, പാമ്പ് പോലെ പുഴു തിന്നിട്ട് ഈ സാധനം മൊത്തം പൂത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇതേ പുഴു കണ്ട പുഴുവിൻ്റെ ഇത് ഇത്ര ചെറുതാണ്, പക്ഷേ ഉണ്ടല്ലോ അത് വലുതാവും. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അത്യാവശ്യം ഇതുണ്ട്. ഇതിന് കാണിച്ചതിൻ്റെ അടുത്ത് കാണിക്കുമ്പോഴേ ചെറിയൊരു ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഇലയുടെ സെയിം കളർ അല്ലേ, ഒന്നും മനസ്സിലാവില്ല. അതാണ് പ്രശ്നം. ഇനിയുണ്ടോ നോക്കിയേ, എങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കും ഇങ്ങനെ പുഴുക്കളെ കൊണ്ട് അല്ലേ? ഇതിന് നല്ല മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. ഈ പടുവളങ്ങയുടെ ഇലയിൽ അടിക്കാൻ പറ്റിയത് അത്യാവശ്യം നല്ല പുഴുക്കളുണ്ട്. അതിലുണ്ട് വലിയ പുഴ കാണിച്ചേ. അടുത്തൊരു പുഴു കൂടെ. ഇത് പുഴുവാണ് അല്ലേ? ഇതാണ് നല്ല സ്റ്റൈലും പുഴുണ്ട് കാണാൻ. എന്ത് ഭംഗിയെന്ന് നോക്കിയേ അല്ലേ? കൊല്ലണ്ടല്ലോ വളർത്തിയാലോ അതിനെ. വേറെ ഉണ്ടല്ലോ 2 പുഴുവാണ് ഒരേ ഇലയിൽ. ഇല തിന്ന് ഇല മാത്രം തിന്നാണ് കുഴപ്പമില്ല. പക്ഷേ പണ്ട് കാലം ഒരു ഇലയും കായും പടുവളങ്ങി പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചെറുത് വരുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കേട്ടോ. അത്യാവശ്യം പയർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പയർ കൃഷി, പയറിൻ്റെയും കണ്ട ഇല ഫുള്ള് അരിപ്പ പോലെയായി പുഴു തിന്നിട്ടേ. മരുന്നടിക്കണം, എന്തെങ്കിലും ഒരു മരുന്നടിക്കാണ്ട് നടക്കില്ല.